അങ്ങനെ അവധിക്കാലത്തിൻ്റെ തിരശീല വീണിരിക്കുകയാണ്. നിവിയുടെ പുതിയ സ്കൂളിലേക്ക് അഡ്മിഷനായിട്ട് വന്നതാണ്. നിവിയുടെ കൂടെ പുതിയ കുട്ടികളുണ്ട്, അതേപോലെ തന്നെ പഴയ സഹപാഠി ശ്രീകരിയുണ്ട്. നിവിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുമായിട്ടാണ് കേട്ടോ എത്തിയത്. എന്തായാലും നിവിയുടെ കൂടെ പഠിച്ച പകുതി പിള്ളേരും ഇനി ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നിവിയുടെ പുതിയ സ്കൂള്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ. എന്തായാലും അഡ്മിഷനൊക്കെ എടുത്തു, നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ, ഇനി മഴയായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്കൂൾ. ഒരുപാടൊന്നും പോകണ്ട, ഓട്ടോയ്ക്ക് വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ടേജ്. അപ്പം ഒന്നാമത്തെ കാര്യം നിവിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഇവിടെ തന്നെയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഓട്ടോ നോക്കി നിൽക്കുക കേട്ടോ. ഓട്ടോ ഒക്കെ നോക്കി നിന്നപ്പോഴാണ് പെട്ടെന്നാണ് എൻ്റെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ പ്രതിഫലം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ മോനുമായിട്ട് തന്നെ സിറ്റിയിൽ തന്നെ വന്ന് അവനൊരു ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാഴ്സലാണ് മേടിച്ചത്, വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ കഴിക്കാമല്ലോ, ഹോട്ടലിൽ നിന്ന് തിരക്ക് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു ഫുൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന ഉടനെ ആശാൻ തുണി പോലും മാറാതിരുന്ന് കഴിപ്പ് തുടങ്ങി കേട്ടോ. കലാപരിപാടികൾ ആരംഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻസ്റ്റയിൽ വന്ന ഒരു പ്രതിഫലമാകട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. സ്കൂൾ തുറന്ന സമയത്ത് തന്നെ നമുക്കത് ക്രെഡിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഒരു ഉപകാരമായി കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയണ, ഇനി പറയാനൊന്നുമില്ല, സന്തോഷം.